നിലവിൽ മുന്നണി പ്രതിസന്ധിയിലാണോ? ഇന്ന് വയലാർ രക്തസാക്ഷി ദിനമാണ്. ഇന്നത്തെ ദിവസം CPM-ഉം CPI-യും ഒരുമിച്ച് പരിപാടി നടത്തുന്നതാണ്. പരിപാടി അങ്ങനെയാണ്. ആ ദിവസം തന്നെയാണ് വലിയൊരു പ്രതിസന്ധി, രണ്ടുപേർ രണ്ട് നിലപാടെടുക്കുന്നു എന്ന രൂപത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ബിനോയ് വിശ്വവും പിണറായി വിജയനും ഒരുമിച്ച് ആ വേദി പങ്കിട്ടു. പക്ഷേ അതിനു മുമ്പ് തന്നെ ചർച്ചകളും തീരുമാനവുമായിട്ടുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. CPI-യെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അവരുടെ ഒരു കടുത്ത നിലപാട്, ഇടത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് പ്രത്യയശാസ്ത്രപരമായി അവരാണ് ശരി. അതാണ് അവർക്ക് അണികളെ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിൽ എടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല. കാരണം നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ് ബിനോയ് വിശ്വം കൃത്യമായി പറയുന്നത്. ഇത് നേരത്തെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നതിനൊരു കൃത്യമായ വിശദീകരണം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടെടുത്ത തീരുമാനമാണ്. അങ്ങനെ ഇരുത്തിക്കൊണ്ട് തീരുമാനമെടുത്തയാൾ തന്നെയാണെന്ന് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണല്ലോ ഈ PM ശ്രീയിൽ ഒപ്പുവയ്ക്കുന്നത്. അങ്ങനെ ഒപ്പുവയ്ക്കുമ്പോൾ നേരത്തെ അതിനുശേഷം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും മന്ത്രി K രാജൻ PM ശ്രീയിൽ ഒപ്പുവയ്ക്കരുത് എന്ന് പറയുമ്പോഴും ഒപ്പുവച്ച ശേഷം മിണ്ടാതിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അങ്ങനെ മിണ്ടാതിരുന്ന മുഖ്യമന്ത്രിയാണെന്ന് ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത്. 1 മണിക്കൂറാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രി ചർച്ച നടന്നു. അതിനുശേഷം CPI മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായി കണ്ടു. അതിനുശേഷം ഇപ്പോൾ നിലപാടിൽ മാറ്റമില്ല എന്നുള്ള കാര്യമാണ് ബിനോയ് വിശ്വം അറിയിച്ചിരിക്കുന്നത്. ചർച്ചകൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. മറ്റന്നാളത്തെ മന്ത്രിസഭായോഗത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ഇനിയും ചർച്ചകൾ സാധ്യതയുണ്ട്. നാളെയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും കൂടിക്കാഴ്ചകൾ നടത്തിയേക്കാം. മറ്റന്നാളത്തെ മന്ത്രിസഭായോഗത്തിന് തൊട്ട് മുൻപ് വരെ ചിലപ്പം ആ ചർച്ച നീണ്ടേക്കാം. അതുകൊണ്ട് ആ ചർച്ചകളിൽ പക്ഷേ എന്തുരുത്തിരിയുമെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഈ PM ശ്രീയിൽ ഒപ്പിട്ട് പോയി, ഇനി പുറത്തേക്ക് പോകാൻ വയ്യ, അത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഒപ്പിട്ടു എന്ന ചോദ്യമാണല്ലോ ആദ്യം വരുന്നത്. ആ ഒപ്പിടൽ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ആണ് എന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത്. ഇനി അതിൽ നിന്ന് പിന്മാറാൻ വയ്യ എന്ന് പറയുന്നു മുഖ്യമന്ത്രി. ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായി പറയുന്ന ഫണ്ട് നമുക്ക് ഒഴിവാക്കാനാവില്ല. ആ ഫണ്ട് കിട്ടിയേ തീരുകയുള്ളൂ. പിന്നെ ഇനി ചർച്ചകളിലേക്ക് പോയിരുന്നെങ്കിൽ അത്രയും സമയം വൈകും. ആ സമയം ഇനി കാത്തിരിക്കാൻ വയ്യ എന്നാണ്. ഇതൊക്കെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക? കാരണം ഇത്ര വർഷങ്ങളായി ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പോരാട്ടം നടത്തുകയും സമരം നടത്തുകയും ലേഖനങ്ങൾ എഴുതുകയും പ്രമേയം പാസ്സാക്കുകയും ചെയ്ത പാർട്ടി ഭരണം അവസാനിക്കാൻ 6 മാസം മാത്രം ബാക്കി നിൽക്കെ ഒപ്പിടുകയും ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നതിനെ എങ്ങനെ ന്യായീകരിക്കും എന്നുള്ളതാണ്. ഇനി കിട്ടാനുള്ള കണക്കുകളൊക്കെ പറഞ്ഞല്ലോ. ഈ PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSA കിട്ടുകയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഒപ്പിട്ടതെന്ന് പറയുന്നു. ഈ പ്രതിസന്ധിയൊക്കെ നേരത്തെ കാലങ്ങളിലുണ്ട്. നേരത്തെയുള്ള വർഷങ്ങളിലും അത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ അവസാന വർഷം അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നത്, അത് വേണമെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഈ ശമ്പളം കിട്ടാത്ത അധ്യാപകരുടെ പണം കൊടുത്തെങ്കിലും ആ പ്രശ്നം പരിഹരിക്കുക. അപ്പോൾ ആ വോട്ടും പ്രധാനമാണ്. ആ രൂപത്തിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജനപ്രിയമായ കുറേ ബില്ലുകളൊക്കെ കൊണ്ടുവരുന്നു, അത് നിയമമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതൊക്കെ ഈ അവസാന നിമിഷത്തിലെ ഒരു പെട്ടെന്നുള്ള നടപടികളാണ്. അങ്ങനെ ഒരു നടപടിയായിട്ടാണ് ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് കൈപൊള്ളുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. CPI തുടക്കം മുതലേ പറയുന്നു. ഇന്നിപ്പോൾ D രാജ പറയുന്നു NEP അപകടകരമായ പദ്ധതിയാണ്. NEP ആദ്യം പറഞ്ഞത് എന്താണ്? PM ശ്രീ വന്നാലും NEP പ്രശ്നം, NEP വരുന്നില്ല എന്ന് ആദ്യം ന്യായീകരണമായി പറഞ്ഞു. പിന്നെ NEP നടപ്പാക്കേണ്ടി വരുന്നപ്പോൾ NEP-ൽ എന്താണ് പ്രശ്നം എന്ന് വരെ ചോദിക്കുന്നതിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തിയത് നമ്മൾ കണ്ടാണ്. പിന്നീട് ആ വാർത്താ സമ്മേളനത്തിൽ പരസ്പര വിരുദ്ധമായ പലതും പറയുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു NEP ഒപ്പിടുന്നതിന് NEP-യിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച ശേഷം NEP ഒപ്പിടേണ്ടി വന്ന നിർബന്ധിത സാഹചര്യം കൂടിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്രം നിർബന്ധിച്ചു, കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയെന്ന് പറയുന്നുണ്ട്. ഇതിനെതിരെ നിയമ പോരാട്ടത്തിന് ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ പോയതാണ് എന്ന വാർത്തകൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുകയായിരുന്നു ചീഫ് സെക്രട്ടറി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, തമിഴ്നാട് ഇതിനെ എതിർക്കുന്നു, പശ്ചിമ ബംഗാൾ എതിർക്കുന്നു. അങ്ങനെ എതിർക്കുന്ന സംസ്ഥാനമാണ് കേരളവും. അപ്പോൾ പശ്ചിമ ബംഗാൾ എതിർത്തുകൊണ്ടേയിരിക്കുന്നു. തമിഴ്നാട് എതിർത്തത് ഇതിനെയല്ല, സംവരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസാണെന്ന് പറയുമ്പോഴും തമിഴ്നാട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയിട്ടില്ല. ഇനി കോടതിയിലേക്ക് പോയിട്ട് അനുകൂല വിധി ഉണ്ടായിട്ടില്ല എന്ന വാദം പറയുകയാണെങ്കിലും ഒരു ശ്രമം നടത്തണ്ടേ? പ്രതിരോധം നടത്തുന്നു എന്നൊരു സൂചന വേണ്ടേ? അങ്ങനെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു അനക്കമില്ലാതെ നേരെ പോയി ഒപ്പിടുന്നതിന് എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? ഇവർ തന്നെ ഇത് നടപ്പാക്കിയാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് കാണ്ഡമായി എഴുതി വെച്ച ലേഖനങ്ങൾ ഇവിടെ നിൽക്കുകയല്ലേ. അതൊക്കെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ മന്ത്രി അന്ന് 2020 എഴുതിയ 15 പോയിന്റുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. എന്തുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കണമെന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിനെ ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഞങ്ങളിത് എക്സ്ട്രാ അഡീഷണൽ ടെക്സ്റ്റ് ബുക്ക്, അപ്പോൾ അവർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കുന്നു. അവർ പഠിപ്പിക്കാൻ ഓൾറെഡി എഴുതി വെച്ച കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. ഇപ്പോൾ തന്നെ ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ, 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ
IKS-ഉമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽത്തുമായി ബന്ധപ്പെട്ടതിൽ ദി അൾട്ടിമേറ്റ് ട്രഷർ എന്ന അധ്യായത്തിൽ വസൂരിക്ക് ഇന്ത്യ പരമ്പരാഗത ചികിത്സാ രീതി ഉപയോഗിച്ചിരുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു. ആധുനിക വാക്സിനുകൾ വരുന്നതിന് ഏറെക്കാലം മുൻപ് വസൂരിക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ രീതി ഉണ്ടായിരുന്നുവെന്നാണ് ഇതിലെ വാദം. ഇങ്ങനെ പല വാദങ്ങളും ഇനി പഠിക്കേണ്ടി വരും. ഇനി പല കാര്യങ്ങളും പഠിക്കേണ്ടി വരും. ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ, സവർക്കറെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും. ഇത് ഇപ്പോഴതില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കരിക്കുലത്തിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ള വാദമൊന്നും നിലനിൽക്കുന്നതേയല്ല. ഇപ്പോൾ അത് പടിപടിയായി കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇതാ ഞങ്ങൾ തീരുമാനമാക്കുന്നു, ഇതാണ് നിയമം, ഈ ചട്ടക്കൂടിലാണ് പ്രവർത്തിക്കുക. അങ്ങനെയല്ല. RSS വിദ്യാർത്ഥികളിലേക്ക് കടന്നു വരാൻ ചെറുപ്പത്തിലെ പിടികൂടുക എന്ന രീതി ഉപയോഗിച്ച് വിദ്യാർത്ഥികളിലേക്ക് കടന്നു ചെല്ലാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ അതെല്ലാം ആവിഷ്കരിക്കാനാണ് ഈ PM ശ്രീ നടപ്പാക്കുന്നത് തന്നെ. ഈ കരിക്കുലത്തിലൂടെ ഇനി വരുന്ന തലമുറയെ ഇതാണ് ചരിത്രം, ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന പലതും മിത്തുകളാണ്. ഈ മിത്തുകൾക്കെതിരെയൊക്കെ സംസാരിച്ചവർ നമ്മുടെ CPM നേതാക്കളുണ്ടല്ലോ. അവരൊക്കെ ഇനി നിശബ്ദരാകേണ്ടി വരുമോ? മുദ്രാവാക്യങ്ങൾ എല്ലാ കാലത്തും നമ്മൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ അതത് സർക്കാരിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന നിസ്സഹായത പ്രകടിപ്പിക്കുന്ന പാർട്ടി സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്ത് മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കുക? മുദ്രാവാക്യം വേണ്ടേ? എന്ത് മുദ്രാവാക്യമാണ്? ഇവിടെ കോൺഗ്രസിനെ പള്ളു പറഞ്ഞാൽ മാത്രം മതിയോ? ആത്യന്തികമായി ഇടതുപക്ഷത്തെ ഐക്യപ്പെടുത്തുന്നത് എന്താണ്? വർഗീയ വിരുദ്ധ സമീപനമല്ലേ? ആ വർഗീയ വിരുദ്ധ നിലപാടിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി എന്ത് പ്രസംഗിക്കാനാണെന്നേ? ഇപ്പോൾ പ്രകാശ് ബാബു പറഞ്ഞൊരു പ്രസക്തമായ കാര്യമുണ്ട്. ഞങ്ങൾ എന്തിന് LDF-ൽ നിന്ന് പോകണം? LDF എന്ന് പറഞ്ഞാൽ ഇടതു മുന്നണിയാണ്. ഇടതു നിലപാട് ഞങ്ങളാണ് എടുക്കുന്നത്. ഞങ്ങൾ എന്തിനു പോകണം? ഞങ്ങൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇവരിപ്പോൾ മുന്നണി മാറി CPM-ലേക്ക് UDF-ലേക്ക് പോകുമെന്നുള്ള വിഷയമൊന്നും അവിടെ നിൽക്കുന്നേയില്ല. അങ്ങനെ ഒരു ആലോചന പോലും അവർക്കില്ല. LDF-ൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രായോഗികമായ പ്രതിസന്ധി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കാത്ത പാർട്ടിയുമായി തകർത്ത പാർട്ടിക്കൊപ്പം ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. അത് തദ്ദേശ തിരഞ്ഞെടുപ്പായാലും അതെ, നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ആത്യന്തികമായി വർഗീയ വിരുദ്ധ നിലപാട് എന്നത് അത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ CPക്ക് കഴിയുമ്പോൾ CPM അത് ചെയ്തിട്ടില്ല എന്ന് കൂടി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക? ഇനി എന്തൊക്കെയാണ് CPക്ക് മുന്നിലുള്ളത്? മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അത് മുൻപും ചെയ്തിട്ടുണ്ടല്ലോ തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. അതിപ്പോൾ മറ്റന്നാൾ കഴിഞ്ഞാൽ തീരുമാനമായില്ലെങ്കിൽ അതൊരു തുടർച്ചയുണ്ടാകുമെന്ന് കേൾക്കുന്നു. അതിനുശേഷം 4-ാം തീയതിയിലെ കൗൺസിലിൽ ഒരുപക്ഷെ കടുത്ത തീരുമാനങ്ങൾ, മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോകും. ശരി, അത് കഴിഞ്ഞിട്ടോ? മന്ത്രിമാരെ പിൻവലിച്ചു കഴിഞ്ഞിട്ട് ഇതേ മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടേ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക? അതൊരു പ്രതിസന്ധി തന്നെയാണ്. അതേസമയം CP എന്ന പാർട്ടിയുടെ അണികളോട് നെഞ്ചു വിരിച്ചു പറയാം, ഞങ്ങളുടെ നിലപാട്, ഇടതുപക്ഷ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാജ്യത്ത് ആകെ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ഇടത് നയം നടപ്പാക്കാനായില്ലെങ്കിൽ പിന്നെ എവിടെ നടപ്പാക്കാനാണ്? പിന്നെ എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടത് നയമെന്ന് പറഞ്ഞു വെക്കുക? ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ സമയത്തും PM ശ്രീയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ മന്ത്രിമാരായാലും CPM ആയാലും വെള്ളം ചേർത്ത് പല കാര്യങ്ങളായി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ അതായത് ഫണ്ട് വാങ്ങുന്നു, കരിക്കുലത്തിൽ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് നടപ്പാക്കാനാവുക? അതെങ്ങനെയാണ് സാധ്യമാകുക? ഇവിടെ മാത്രമായിട്ടൊരു ഉപാധിയുണ്ട്, അങ്ങോട്ടൊരു ഉപാധി വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രേഖ കാണട്ടെ. ഞങ്ങളൊരു ഉപാധി, ഞങ്ങൾക്ക് ഫണ്ട് വേണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നില്ല. അതെങ്ങനെയാണ് പറയുക? ആരാണത് വിശ്വസിക്കാൻ പോകുന്നത്? ഇതാണ് ആത്യന്തികമായ അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൽ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ആ വിട്ടുവീഴ്ച നമ്മുടെ ഗതികേടാണ് എന്ന് പറയുമ്പോൾ ആ ഗതികേട് നേരത്തെയുണ്ട്. ഈ 3 വർഷങ്ങളില്ലാത്ത ഗതികേട്, ഈ അവസാന മാസങ്ങളിൽ ഉണ്ടാകുന്ന ഗതികേട്, അത് വിശദീകരിക്കേണ്ടി വരും. അതത്ര ദഹിക്കുന്നതുമല്ല. Meet the editors.